ഹലോ ഫ്രണ്ട്സ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഗുലാബ് ജാമുൻ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ശരിക്കും നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു ഗുലാബ് ജാമുൻ ഞാനിവിടെ ചെയ്യുന്നത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ മിക്സ് ഉപയോഗിച്ചിട്ടാണ്. ശരിക്കും നല്ല ഫ്ലേവറാട്ടോ ഈ ഒരു മിക്സിന്. ഇതുപോലെ നമുക്ക് പാക്കറ്റായിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ബ്രെഡ് ഉപയോഗിച്ച് ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ടിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ബ്രെഡ് ഉപയോഗിച്ച് ഉണ്ടാക്കാം. അത് വളരെ ഈസിയാണ്. ബ്രെഡ് സൈഡൊക്കെ കളഞ്ഞിട്ട് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുക, എന്നിട്ട് അതിലേക്ക് പാലൊഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഗുലാബ് ജാമുൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഈ മിക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉള്ള ഗുലാബ് ജാമുൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഒരു കവർ മിക്സും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ശരിക്കും ഇത് നല്ല മണം കേട്ടോ, നല്ലൊരു ഫ്ലേവറാണ്. അതുപോലെ തന്നെ ഇത് നനഞ്ഞ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇതിൽ വെള്ളം ഒഴിക്കാതെ ഇതുപോലെ നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കില്ലേ, അതുപോലെ ആദ്യം കൈ കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചൊഴിച്ചൊന്ന് നമ്മൾ പുട്ട് നനച്ചെടുക്കില്ലേ, അതുപോലെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുക. എന്നതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കാവൂ. വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തില്ലേ, അതേ രീതിയിൽ തന്നെ കുഴച്ച് എടുക്കുക. പിന്നെ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുളമായിപ്പോവും, പിന്നെ ഒന്നിനും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ റെഡിയാക്കി എടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ടൊന്ന് കുഴച്ചോളൂ, എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലുള്ള ഗുലാബ് ജാമുൻ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ സാധാ ചപ്പാത്തിക്ക് നമുക്ക് പേഞ്ഞെടുക്കില്ലേ, നല്ല പേഞ്ഞെടുക്കുകയെന്ന് വെച്ചാൽ നല്ല എന്താ പറയുക, നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. അപ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുന്നോ അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ ഗുലാബ് ജാമുൻ. ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരല്പം നെയ്യ് കൂടി ഒഴിച്ചിട്ട് ഒന്ന് തടവി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ എന്തായാലും ഞാൻ അടുപ്പിലോട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഇത്രയും തന്നെ വേണം കേട്ടോ. അപ്പോൾ ബാക്കി ഷുഗർ സിറപ്പൊക്കെ വരുന്നത് നമുക്ക് എന്തിനേലൊക്കെ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 2 ഏലക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവണം. മെൽറ്റ് ആയിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ വേണമെങ്കിൽ ഒന്ന് തീ കൂട്ടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഷുഗറൊക്കെ മെൽറ്റ് ആയതിന് ശേഷം നമുക്കൊന്ന് തീ കൂട്ടി വയ്ക്കാം. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് നേരം തിളച്ച് നല്ല ഒരു സ്റ്റിക്കി നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരുപാട് അങ്ങ് നിങ്ങൾ ഷുഗർ സിറപ്പ് തിളപ്പിച്ച് അങ്ങ് വറ്റിച്ചെടുക്കരുത്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഗുലാബ് ജാമുൻ റെഡിയാക്കി ഇതിനുള്ളിലേക്ക് ഇടുന്ന സമയത്തുണ്ടല്ലോ, അത് ചൂടാറുന്ന സമയത്ത് അത് ക്രിസ്റ്റൽ പോലെ ആയി പോവും. അതുകൊണ്ട് ഈ ഷുഗർ സിറപ്പ് ഒരിക്കലും ഒരുപാട് അങ്ങ് എന്താ പറയുക, 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആ ഒരു പരുവം ആവണ്ട. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടുന്നുണ്ട്. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തിടാം. ഇനി നമുക്ക് ഗുലാബ് ജാമുൻ റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഡോയിൽ നിന്നും കുറച്ച് പോർഷൻ എടുത്ത് ഇതുപോലെ നല്ല റൗണ്ടായിട്ടുള്ള ബോൾ റെഡിയാക്കി എടുക്കാം. എത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഇതുപോലെ നന്നായിട്ട് എന്താ പറയുക ബോൾസ് ആക്കി എടുക്കുന്നോ അത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും നമ്മുടെ ഗുലാബ് ജാമുൻ. കണ്ടോ, നന്നായിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണം കേട്ടോ. നല്ല ഷേപ്പിന് തന്നെ എടുക്കുക. പിന്നെ നിങ്ങൾ ഈ ഗുലാബ് ജാമിൻ്റെ ബോൾ തയ്യാറാക്കുമ്പോൾ ഒരുപാട് വലിയ ടൈപ്പ് ചെയ്യരുത്, നല്ല ചെറിയ ടൈപ്പ് മതി. കാരണം ഇത് നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് ഇത് ഒന്നുകൂടി വലുതാവും, നല്ല വലിപ്പം ആവും. അതുകൊണ്ട് ഈ ഒരു അളവിന് മാത്രമേ നിങ്ങൾ ഈ ബോൾസ് റെഡിയാക്കി എടുക്കാൻ പാടുള്ളൂ. ഒരുപാട് വലുതായി കഴിഞ്ഞാൽ എണ്ണയിൽ കിടക്കുമ്പോൾ ഒന്നുകൂടി വലുതാവും. പിന്നെ ഷുഗർ സിറപ്പ് കിടക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വരും. അപ്പോൾ അത്രത്തോളം കുറച്ച് ചെറുതാക്കി തന്നെ ഈ ബോൾസ് തയ്യാറാക്കി എടുത്താൽ മതി.
നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബോൾസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ എന്തായാലും ഇവിടെ എല്ലാ ബോൾസും ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യണം. നമ്മൾ ഫ്രൈ ചെയ്ത് ആ ചൂടോട് കൂടി തന്നെ ചൂട് ഷുഗർ സിറപ്പിൽ ഇട്ടാൽ മാത്രമേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ തന്നെ ഞാൻ കാര്യം പറഞ്ഞു തരാം. ഈ ഷുഗർ സിറപ്പ് നമുക്ക് അടുത്ത അടുപ്പിലോട്ട് വെച്ച് ഒന്ന് തിളപ്പിക്കാം. നമ്മൾ ഒന്ന് ചെറിയൊരു സ്റ്റിക്കി ആയപ്പോഴേ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടിരുന്നു. അപ്പോൾ ഞാൻ ഇത് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ച് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ബോൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ വളരെ കുറച്ചിടുക. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം തീ വളരെ കുറച്ചിട്ട് വേണം ഈ ബോൾസ് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറം പെട്ടെന്ന് ഗോൾഡൻ നിറം ആവുകയും വശം വേകാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തരുത്. അപ്പോൾ കുറച്ച് ക്ഷമയോടുകൂടി തന്നെ തീ കുറച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ലൊരു ഗോൾഡൻ നിറം ആകുമ്പോൾ നമുക്കിത് എടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ നമുക്ക് ഒരേ അളവിൽ തന്നെ എല്ലാ വശവും നല്ല ഗോൾഡൻ നിറത്തിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ തീ വളരെ കുറച്ചിട്ടിട്ട് ഇത് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് സമയം എടുക്കും, വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഞാനെൻ്റെ ഷുഗർ സിറപ്പ് ഇപ്പുറത്തെ അടുപ്പിൽ ഒന്നും കൂടെ ഞാൻ തിളപ്പിക്കാൻ ഇട്ടു. നമ്മുടെ ഷുഗർ സിറപ്പ് നല്ല സ്റ്റിക്കി ആയിട്ടില്ലായിരുന്നു. ചെറുതായിട്ട് ഒന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ ഞാൻ തീ ഓഫ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ കിടന്ന് നമ്മുടെ ഷുഗർ സിറപ്പ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഒട്ടുന്ന പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതുകൂടി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ബോൾസ് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് അടുത്ത ബോൾസ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ വെച്ച ആ ബോൾസില്ലേ അത് നമുക്ക് ചൂടുള്ള ആ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഷുഗർ സിറപ്പ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഞാനിപ്പോൾ തയ്യാറാക്കി വെച്ച ബോൾസ് അതിലേക്ക് ഇടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബോൾസൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പിലിടാം. ഞാൻ തീ ഓഫ് ചെയ്തേക്കാണ്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ ഇതിൽ പിടിച്ചിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒരു ലൈക്ക് ബട്ടൺ കാണാം. അവിടെ ഒന്ന് പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്കപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.